വെൽക്കം ടു ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട്സ് ആണ്. അതായത് സാധാരണ സ്ക്വയർ റൂട്ട് അല്ല, ഒരു സ്ക്വയർ റൂട്ടിനകത്ത് വേറൊരു സ്ക്വയർ റൂട്ട്, അങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു PSC എക്സാമിനോ ബാങ്ക് എക്സാമിനോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അയ്യോ ഇത് ഇത്തിരി ടഫായി, ഇത് വിട്ടേക്കാം എന്നുള്ളൊരു തോന്നലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. നോക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കണേക്കാളും മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഇടാം, ഞാനതെല്ലാം ക്ലിയർ ചെയ്ത് തരണമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് പോർഷനിലേക്ക് കയറാം. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു നോക്കിയേ. എന്താ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? റൂട്ട് ഓഫ് 20 പ്ലസ് റൂട്ട് ഓഫ് 20 പ്ലസ്, അതായത് ഒരു റൂട്ടിനകത്ത് കണ്ടോ വേറൊരു റൂട്ട് വന്നേക്കാണ്. ഈ ഒരു റൂട്ടിനകത്ത് ഈ റൂട്ട് ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഇൻഫിനിറ്റി വരെ അതങ്ങ് പോവാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ഞാനിത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. ആൻസർ ഇസ് 5. നമുക്ക് പലതരത്തിൽ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഇത് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ സോൾവ് ചെയ്തിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും, അതിൽ നിന്ന് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലാതെ ഉള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു 20നെ കൺസിഡർ ചെയ്യുക. 20 അല്ലേ? അപ്പൊ 20നെ നമ്മൾ എടുക്കുക. അപ്പൊ 20യുടെ 2 ഫാക്ടേഴ്സ് എടുക്കുക. 2 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുക്കുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 5 × 4 എന്ന് പറയുന്നത് 20 ആണ്, ശരിയല്ലേ? അല്ലെങ്കിൽ എനിക്ക് 2 × 10 എടുക്കാം. പക്ഷേ ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ ആ 2 ഫാക്ടേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 1 ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5ഉം 4ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 2ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 8 ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് എടുക്കാൻ പറ്റില്ല. പകരം ഞാൻ ഈ 2 ഫാക്ടേഴ്സ് ആണ് ഞാൻ എടുക്കുക, അതായത് 5ഉം 4ഉം. പിന്നെ അടുത്ത ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഇവിടെ ഒരു പ്ലസ് ആയിട്ടേക്കുന്നത്. പ്ലസ് ഇടുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുള്ള ഏതാണോ ഗ്രേറ്റർ നമ്പർ, ഇപ്പൊ 5 ഉണ്ട് 4 ഉണ്ട്, ഇതിൽ ഏതാ ഗ്രേറ്റർ നമ്പർ 5 ആണ്. അപ്പൊ എന്റെ ആൻസർ 5. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നോക്കിക്കോളൂ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം ആദ്യത്തെ ഒരു റൂട്ടിനകത്ത് കുറെ റൂട്ടുകൾ വന്നിരിക്കുകയാണ്. അതായത് ഈ ഒരു മൊത്തം ക്വസ്റ്റ്യനെ ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഡിനോട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് നമ്പർ, അതായത് റൂട്ടിനകത്തുള്ള ഫസ്റ്റ് നമ്പറിന് ശേഷം വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇത്രയും ഭാഗം ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ, ആണ്. അപ്പൊ നമുക്ക് ഇത്രയും ഭാഗത്തിന് നമുക്ക് എന്തായിട്ട് കൊടുക്കാം? എക്സ് എന്ന് തന്നെ പറഞ്ഞിട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? അതായത് ഇത്രയും ഭാഗം എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്വസ്റ്റ്യനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തിനെ നമുക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? റൂട്ട് ഓഫ് 20 പ്ലസ് ഇത്രയും ഭാഗത്തിന് ഞാൻ എക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇങ്ങനെ ഒരു റൂട്ട് വന്നേക്കാണ്. അപ്പൊ റൂട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ 2 സൈഡിലും നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സ്ക്വയർ ചെയ്യാണ്. അതാണ് ഞാൻ സ്ക്വയറിംഗ് എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ 2 ഭാഗത്ത് നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് കിട്ടും? 20 പ്ലസ് എക്സ്, ഇവിടെ സ്ക്വയർ റൂട്ട് പോകും കേട്ടോ സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പൊ 20 പ്ലസ് എക്സ് ഈക്വൽ ടു ഇവിടെ എക്സ് സ്ക്വയർ വരും. അതാണ് ഇത്രയും പോർഷൻ വന്നേക്കുന്നത്. അതായത് 20 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി 20 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന്റെ പവർ 2 ആണ്. എക്സിന്റെ പവർ 2ന്റെ അർത്ഥം നമുക്ക് എക്സിന് 2 വാല്യൂ കിട്ടും കേട്ടോ. അതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു ഭാഗം ഇവിടുത്തെ ആൾക്കാരെയൊക്കെ ഞാൻ ഈ ഒരു സൈഡിലേക്ക് മാറ്റി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്നുള്ള ഇവിടെ വരുമ്പോൾ മൈനസ് ആവും, ഇതും -20 ആവും. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് എക്സ് -20 ഈക്വൽ ടു ഈ ഒരു സൈഡിൽ ആരും ഇല്ല, അതുകൊണ്ട് ഞാൻ 0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി ഇവിടെ വരെ നമുക്ക് കിട്ടി കേട്ടോ. ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അതായത് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്. എക്സ് ഇല്ലാത്ത ഒരു ഭാഗം, അതായത് ഇവിടെ എന്താ വരുന്നത്? -20 ആണ് നമ്മുടെ എക്സ് ഇല്ലാത്ത ഒരു പാർട്ട്. ഈ -20 എന്നുള്ളത് ഇവിടെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനി -20യുടെ ഫാക്ടേഴ്സ് എടുക്കാം. അപ്പൊ നമുക്ക് പല ഫാക്ടേഴ്സും കിട്ടും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതെങ്കിലും 2 നമ്പർ, അതായിരിക്കും നമ്മുടെ ഫാക്ടർ ആയിട്ട് കിട്ടുന്നത്. ആ 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -20 കിട്ടണം. അതേസമയം ആ 2 നമ്പർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഈ എക്സിന്റെ കൂടെയുള്ള ആളാണ്. അതായത് ആരെവിടെ എക്സിന്റെ കൂടെയുള്ളത്? -1 ആണ് നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ നമ്പർ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് -20യും ആ അതേ 2 നമ്പർ തമ്മിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് -1ഉം. അത് ഏത് 2 നമ്പറാ? നമുക്ക് 5ഉം 4 എടുക്കാം അല്ലെ? 5ഉം 4 എടുക്കുകയാണെങ്കിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത്
20 ആണ്. പക്ഷെ എനിക്ക് കിട്ടുന്നത് -20 ആണ്. അപ്പോൾ മൈനസ് ഒന്നല്ലെങ്കിൽ ഇവിടെ ഇടാം, അല്ലെങ്കിൽ ഇവിടെ ഇടാം, ഏതിനു വേണമെങ്കിലും എനിക്ക് മൈനസ് ഇടാം. പക്ഷേ ഒരു നമ്പറിന് മാത്രമേ എനിക്ക് മൈനസ് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് -1 ആണ്. ശരിയല്ലേ? അപ്പൊ -1 കിട്ടണമെങ്കിൽ ഈ വലിയ നമ്പറിന് വേണ്ട ഞാൻ മൈനസ് ഇടാൻ. അപ്പൊ ഇത് -5ഉം ഇത് +4ഉം ആയിട്ട് ഞാൻ അങ്ങ് എടുത്തു. ക്ലിയർ അല്ലേ? ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ വരുന്ന പോർഷൻ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ -xന് പകരം x² - 5x + 4x, പിന്നെ ഈ -20 അതേപോലെ തന്നെ എഴുതി. ഓക്കെ, എന്നിട്ട് ചെയ്യുന്ന വെച്ചാൽ ഇത് രണ്ടും കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് എക്സിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടുന്ന് ഒരു എക്സ് പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു എക്സ് മൈനസ് ഇവിടെ 5 പ്ലസ് ഇവിടുന്ന് 4നെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 4 പോയി കഴിഞ്ഞാൽ ഇവിടെ ബാക്കി എക്സ് മൈനസ് ഇവിടുന്ന് ഒരു 4 പോയി ബാക്കി 5 is equal to 0. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എനിക്ക് x - 5 രണ്ട് സ്ഥലത്തും ഉണ്ട്. ഇതൊരു ടേം ആണ്. ഓക്കെ, ഒരു ടേം കഴിഞ്ഞ ഒരു പ്ലസ് ഇട്ടിട്ടാണ് അടുത്ത ടേം വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എനിക്ക് x - 5നെ രണ്ട് സ്ഥലത്തു നിന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പൊ x - 5 വന്നു. പിന്നെ ആരാളെ ഇവിടുന്ന് x - 5 പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് x + 4. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ഇനി ഇതിന്റെ അർത്ഥം a × b = 0ന്റെ അർത്ഥം either a is equal to 0 or b equal to 0 എന്നാണ്. അതായത് x - 5 = 0 or x + 4 is equal to 0. അല്ലെങ്കിൽ ആൻഡ് യൂസ് ചെയ്യാം കേട്ടോ. ഇത് = 0 ആൻഡ് ഇത് = 0 എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x - 5 = 0 എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എക്സിന്റെ വാല്യൂ 5 ആണ് അല്ലെ. x - 5 is equal to 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5 ആണ്. അപ്പൊ എനിക്ക് 5ഉം കിട്ടും. അതേപോലെ തന്നെ ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്നത് -4ഉം കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ യൂഷ്വൽ മെത്തേഡ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഇത് ചെയ്യാൻ എന്തോരം സമയം എടുത്തു. മറ്റേ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ പറയാൻ പറ്റും. എങ്ങനെ ചെയ്തത്? 20യുടെ 2 ഫാക്ടർ എടുത്തു, അതായത് 5ഉം 4ഉം. അതിലത്തെ വലിയ നമ്പർ എടുത്തു, കാരണം ഇവിടെ പ്ലസ് ആണ്, അതുകൊണ്ട് അതിലത്തെ വലിയ നമ്പർ എടുത്തു. അപ്പൊ നമുക്ക് ആൻസർ 5 കിട്ടി. ഇവിടെ നമുക്ക് കിട്ടുന്നത് 2 വാല്യൂ ഉണ്ട്, അതായത് 5ഉം -4ഉം കിട്ടും. എന്നിട്ട് ഇത് റൂട്ടിനകത്ത് പ്ലസ് ആയതുകൊണ്ട്, അതായത് എപ്പോഴും ഇത് പ്ലസ് ആഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കില്ലേ, അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ x = 5 തന്നെയായിരിക്കും. വ്യത്യാസം മനസ്സിലായോ? അടുത്ത ടൈപ്പ് നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √30 - √30 - √30 ഇങ്ങനെ ഇൻഫിനിറ്റി വരെ പോവാണ്. അപ്പൊ ഇതിലെന്താ വ്യത്യാസം? നമ്മൾ നേരത്തെ എടുത്തത് ഇതിനിടയിൽ പ്ലസ് ആയിരുന്നു, ഇവിടെ എടുക്കണം നമ്മൾ മൈനസ് ആണ്. ഇത്രയുള്ള വ്യത്യാസം കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടുമെന്ന് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് നോക്കിക്കോ. 30യുടെ ഫാക്ടേഴ്സ് എന്തൊക്കെയാ വരുന്നത്? 2 നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ആ 2 നമ്പർ തമ്മിൽ തൊട്ടടുത്തുള്ള നമ്പർ ആയിരിക്കണം. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത് ഇപ്പോൾ 6 × 5 അല്ലെ. 6 × 5 ചെയ്യുമ്പോൾ എനിക്ക് 30 കിട്ടും. 3 × 10 ആണെങ്കിലോ എനിക്ക് 30 കിട്ടും. പക്ഷെ ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 അല്ല. അങ്ങനെയുള്ള നമ്പർ മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 6ഉം 5ഉം എടുത്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ പ്ലസ് ആയിരുന്നപ്പോൾ നമ്മൾ എന്താ ചെയ്തേ? അതിലത്തെ വലിയ നമ്പറാണ് നമ്മൾ പ്ലസിന്റെ സമയത്ത് എടുത്ത് ചെയ്തത്. ഇവിടെ മൈനസ് ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഈ 2 ഫാക്ടറിനകത്തുള്ള ചെറിയ നമ്പർ ഏതാണ്? 6ഉം 5നുകത്തുള്ള ചെറിയ നമ്പർ ഏതാ? 5. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാണ്? 5. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. √42 അതിനകത്ത് പ്ലസ് മൈനസ് ഒന്നുമില്ല. ഒരു √42, പിന്നെ അടുത്ത √42, പിന്നെ അടുത്ത അങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നമുക്കൊന്നും ചെയ്യാനില്ല. വെറുതെ ഈ നമ്പർ തന്നെയായിരിക്കും നമ്മുടെ ആൻസർ, അതായത് 42 തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കണു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻ്റ് ആയിട്ട് ഇടാം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.